ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനും എൻ്റെ മേക്കപ്പ് ടീമും ജെറുഷ. സോ നമ്മൾ രണ്ടുപേരും പെട്ടെന്ന് ഒരു ഹൈദരാബാദ് ട്രിപ്പല്ല, ഹൈദരാബാദിനൊരു വർക്കിന് പോവാണ്. എൻ്റെ തമ്മുടു തെലുഗു മൂവി റിലീസ് ചെയ്യാൻ പോവാണ്. സോ അതിൻ്റെ ഷൂട്ട് കാരണം പ്രമോഷന് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇന്ന് ഷൂട്ടില്ല. അപ്പോൾ നമ്മൾ വേഗം അവരോട് പറഞ്ഞ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ ഒരു 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 ഹരിബരി പെടപെടപ്പുള്ളൊരു യാത്ര അല്ലെങ്കിൽ ഗെറ്റ് റെഡിയൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളിതാ ഇപ്പം പോവാണ്, ടേക്ക് ഓഫ് ചെയ്യാറായി. സോ എന്താ പറയുക, ഇനി അവിടെ എത്തിയിട്ടാണ് ട്രാഫിക്കിലൊക്കെ കുടുങ്ങുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും കുറച്ച് ടെൻഷനുണ്ട്. പാവം ഉറങ്ങുന്നു. ടെൻഷനുണ്ട് എനിക്ക്, അവിടെ ചെന്നിട്ട് സമയം കിട്ടുമോ ഇല്ലയോ റെഡി ആവാൻ, കോസ്റ്റ്യൂം ട്രയൽ ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ടെൻഷനുണ്ട്. ബട്ട് നോക്കാം. സോ നമ്മൾ ഹൈദരാബാദ് പോയിട്ട് ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ. ഞങ്ങൾ അങ്ങനെ ഹൈദരാബാദിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒട്ടും സമയമില്ല. ഇവിടെ നിന്ന് 40 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഹോട്ടൽ. സോ ഹോട്ടലിൽ എത്തുന്ന സമയത്തിൽ 2:30-3 മണിയാവും. പിന്നെ എല്ലാം ഹരിവരി ആയിരിക്കും. സോ ഇപ്പം നമ്മളിത് ജസ്റ്റ് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതേ ഉള്ളൂ. 40 കിലോമീറ്റേഴ്സ് ടു ലോങ്. ഓക്കെ, സോ എല്ലാം ഇന്ന് ജെറുവിൻ്റെ കയ്യിലാണ്. ജെറു എത്ര സ്പീഡിൽ ചെയ്യുന്നു അതുപോലെ ഇരിക്കും കാര്യങ്ങൾ. ഹൈദരാബാദ് എയർപോർട്ടിൻ്റെ ഭയങ്കര ഒരു പ്രത്യേകതയായിട്ടോ. ഞാൻ കുറേ വർഷം മുമ്പ് വന്നപ്പോഴും ഇപ്പോൾ വരുമ്പോഴൊക്കെ ഒരു എന്താ പറയുക, ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ട്. അത് എപ്പോഴും ഭയങ്കര രസമുണ്ട്. ബാക്കിയുള്ള ഒരു എയർപോർട്ട് റോഡിലും ഇല്ലാത്ത ഒരു ഭംഗി ഈ ഹൈദരാബാദ് എയർപോർട്ടിലെ റോഡിനുണ്ട്. ഇനി ഇതിൻ്റെ എന്തൊക്കെയോ പണികൾ നടക്കുകയാണ്. സോ കുറച്ചും കൂടി അടിപൊളിയാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ റൂമിൽ വന്ന പാടെ ഞാൻ പറഞ്ഞില്ലേ ഹരിബറി ആയിരിക്കുന്നു. വന്ന പാടെ ഞാൻ അതിൻ്റെ തിരക്കിൽ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നു. അതുകൊണ്ട് ഞങ്ങളത് ഇപ്പം പകുതി ഹെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അയ്യോ എന്നോർത്തത്. ഇപ്പോൾ ഹെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹെയർ കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെയാണ് ഡ്രസ്സ്. റൂം കിട്ടാൻ തന്നെ കുറച്ച് ലേറ്റായി. അപ്പം ഇത് എന്താ നമ്മൾ എന്ത് ഹെയറാ ഇത്? എന്നാ ഇത്? പോണിയാ? മെസ്സി പോണി. ഈ സാധനം ഇങ്ങനെ കേൾ ചെയ്തിടും എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഇങ്ങനെ വാല് പോലെ കിടക്കുന്നു. പക്ഷെ അത് കേൾ ചെയ്തിടുമ്പോൾ നന്നാവും എന്ന് വിചാരിക്കുന്നു. യെസ്, അപ്പോൾ അതാണ് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിശപ്പ് ഉള്ളത് കൊണ്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും വന്നിട്ടില്ല. ഒന്നുമേ, എല്ലാം ഡിലേ, എല്ലാം ലേറ്റാണ്. ഓക്കെ, അപ്പം നമ്മളുടെ കാത്തിരുന്ന് ഫുഡ് വന്നു. റാഡിസൺ ബ്ലൂവിലെ ഫുഡ് എന്തൊക്കെയാണ്? ഓക്കെ, വെജിറ്റബിൾ സാലഡ് പറഞ്ഞിരുന്നു. പിന്നെ ചപ്പാത്തിയാണ് ഞാൻ പറഞ്ഞത്. പാവം ഞാൻ ചപ്പാത്തി. ഇവിടെ ഒരാൾ പറഞ്ഞതാണ് എൻ്റെ മട്ടൻ ദം ബിരിയാണി. കഴിക്കൂ കുട്ടി കഴിക്കട്ടെ. പിന്നെ ഇതെന്താ? പായസോ? ടേസ്റ്റ് ചെയ്യണം. എൻ്റെ ഒരു ദാൽ കറി ഉണ്ടായിരുന്നു. അതേതാ എവിടെയാ? ഇതായിരിക്കും, തുറക്കാൻ പറ്റില്ല. സോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ലഞ്ച്. ഇതാ ജെറു അയ്യോ ഫുൾ കട്ട് ബിരിയാണി. എന്താ പുടിങ്ങ പ്ലേറ്റ് എങ്ക സൂടാ இருக்குல்ல. സോ പ്ലേറ്റ് എടുത്തിട്ട് ബിരിയാണി നമ്മളിങ്ങനെ സെർവ് ചെയ്യണം. എവിടെ അതിൻ്റെ സ്പൂൺ? ഇത് എന്നാ ബിരിയാണി? ദം ബിരിയാണി. നീങ്ങളെ പോട്ടുകങ്ക ദം ബിരിയാണി. ഇത് ഓ, അത് എനിക്ക് തോന്നുന്നു ബിരിയാണിയുടെ ഗ്രേവിയാന്ന് തോന്നുന്നു. എന്റെ ദാൽ ഇതായിരിക്കും. യെസ്, 2 ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ചപ്പാത്തി കേട്ടോ. അമ്പോ, ഒന്ന് മതി. ചപ്പാത്തി നല്ലതാ. നല്ല നെയ്യൊക്കെ ഇട്ട് അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ചപ്പാത്തിയുടെ കൂടെ നമ്മൾ മുളക് വേണ്ട, ക്യാരറ്റ്, അതെന്നെ പായസമാണ്. കുക്കുംബർ റൈത്തവാ.
ടൊമാറ്റോ. ആര് ഫോൺ വിളിക്കണം? ഫോൺ എന്താ നോക്കട്ടെ. எப்படி இருக்கு ஜெரு டேஸ்ட்? சூப்பரா இருக்கு. பிரியாணி நல்ல ஸ்பைசி பிரியாணி இல்ல? ஆமா, ஹைதராபாத் வந்தேன்னா സ്പൈസി ബിരിയാണി தான். ദാല് സ്പൈസി അത്രയ്ക്ക് ഇല്ല, നോർമലാണ്. അപ്പോൾ ഞാനിങ്ങനെ കഴിക്കാൻ പോവാണ്. ഇനി ബാക്കി വിശേഷം വേഗം കഴിച്ചിട്ട് നമ്മൾ റെഡി ആവാം. സോ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വലിയ വലിയ ഹോട്ടൽസിലൊരു മെയിൻ പ്രശ്നമാണല്ലോ, അവിടുത്തെ റൂമിൽ ലൈറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ ബാത്റൂമിൽ വന്നിട്ടാണ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. മിറർ എടുക്കണമാ? അപ്പുറം എന്നെ വേണം? என்ன வேணும் உனக்கு? ஓ அப்படியா? ஓகே, நான் இப்போ மாய்ஸ்சரைசர் போட்டேன். நீங்கள் டவல் போடணும்ல? யா, என்ன வைக்க முடியல. என்ன இது பாருங்க. ஓகே, உங்களுக்கு வேர்க்கல? இல்லை உங்களுக்கு? இல்லை. ரொம்ப ரெட்டு வேண்டாம். மேபி அதுதான் பிரச்சனை, இந்த ரெட் கன்சீல். അപ്പോൾ മേക്കപ്പ് തുടങ്ങിയതേ ഉള്ളൂ, കൺസീലർ ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇനി കുറേ സാധനങ്ങൾ ലെയർ 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 നമ്മൾക്ക് ഇടാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു ഫൈനൽ ലുക്ക് നമ്മൾ കാണിക്കാം. ജെറു എനിക്കിപ്പം എന്താ പറയുക, റെട്രോ സിനിമയിൽ, ആ സിനിമയിൽ കാണുന്ന ലുക്ക് ചെയ്തത് ജെറു ആണ്. പിന്നെ എൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ട്സൊക്കെ ചെയ്തതൊക്കെ ജെറു ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചെന്നൈയിൽ നമ്മ ആളായിട്ട് കൂട്ടിയിരിക്കുകയാണ്. എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഇങ്ങനെ ബ്ലഷ് ഇടുക എന്നുള്ളത്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലിപ്സ്റ്റിക് ഇട്ടു, കണ്ണൊക്കെ എഴുതി, ബ്രഷ് ഇട്ടുകൊണ്ടിരിക്കുന്നു. മാമൻ ഓഡിയോ ലോഞ്ചിൽ ഈ ബ്ലഷാണ് ഇട്ടതെന്നാണ് ഇപ്പോൾ പറയുന്നത്. എനിക്ക് ഓർമ്മയില്ല, കാരണം അന്നും നമ്മൾ ബ്രഷിൽ അയ്യോ അന്നേക്ക് ഭയങ്കരമായ ടെൻഷൻ. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഈ സാരിയാണ്. ഇത് ഇങ്ങനെ വേണോ അതോ ഇങ്ങനെ വേണോ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി ഇടണോ എന്നൊക്കെ ഉള്ളൊരു ആലോചനയിൽ നമ്മളിങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഇതാണ് ഫൈനൽ ലുക്ക്. ഹെയർ ഇതിവിടെ ഇങ്ങനെ ചെയ്തു, ബാക്ക് ഇങ്ങനെ പോണി ചെയ്തു. സോ കണ്ടാം, ഇതാണ് ഈ സാരി. ഇത് ഭയങ്കര ഇതാണ്, അതായത് ജോർജറ്റ് സാരി ആയതുകൊണ്ട് നല്ല സുഖമാണ് ഉടുക്കാൻ. ബ്ലൗസിൻ്റെ ഒരു പാറ്റേൺ ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് വരുന്നത്. ഇതെല്ലാം ഫ്ലോറലാണ്. സോ ഈ കളറ് ഭയങ്കര പ്ലസൻ്റ് ഒരു കളർ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തത്. സോ താരുണ്യാണ് ഇത് എൻ്റെ സ്റ്റൈലിസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടോട്ടൽ ഔട്ട്ഫിറ്റ് തമിഴുവിൻ്റെ ട്രെയിലർ ലോഞ്ചിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് അധികം സമയമില്ല, നമ്മൾ വേഗം എന്താ പറയുക, പോവാനായിട്ടുള്ളൊരു സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇറങ്ങാൻ പോവാണ്. ഹെയർ ഇങ്ങനെയാണ് ഹെയറിൻ്റെ പാക്ക്. എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ വെന്യൂലേക്ക് യാത്രയാവുകയാണ്. ഇറ്റ്സ് ഓൾറെഡി 5:30. 5:30ക്ക് അവിടെ എത്തണം എന്നായിരുന്നു, പക്ഷേ 5:30 ആവുന്നുള്ളൂ. എത്തണം എന്നായിരുന്നു, പക്ഷെ നമ്മൾ എത്തുമ്പോൾ 5:30 ആവുമെന്ന് അറിയില്ല. അവിടെ എല്ലാം കഴിഞ്ഞു, നമ്മളിത് പോവുകയാണ്. പ്രോഗ്രാം സ്ഥലത്ത് എത്തിയിരിക്കുന്നു നമ്മൾ. പയ്യെ പ്രോഗ്രാംസ് തുടങ്ങും.
Good evening, everyone. Sri Venkateshwar Creations, it's an extraordinary film is shaped up. Definitely, this movie will be a visual treat for all of you. So, I am also waiting for July 4th. So, please support us. Thank you so much. Thank you so much. Yes, and യെസ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഫങ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വീണ്ടും എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്, തിരിച്ചുള്ള യാത്ര. സോ തിരിച്ച് 10:30-ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വന്നിട്ട് സ്റ്റാർബക്സിൽ ഇരുന്ന് എൻ്റെ ഫേവറേറ്റ് കോഫി കുടിച്ചിട്ടിരിക്കുന്നു. ജെറു ഭക്ഷണം കഴിക്കാൻ പോയി. എനിക്ക് ഭക്ഷണം ഇപ്പം വിശപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഈ കോഫി മാത്രം കുടിക്കുന്നു. അപ്പം ഞങ്ങളുടെ ഹൈദരാബാദ് യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ എയർപോർട്ടിലെ സ്റ്റാർബക്സ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റാർബക്സ് ആണ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ. ബാംഗ്ലൂരും ഹൈദരാബാദിലെയാണ് ക്യൂട്ടായിട്ടുള്ളത്. ബാംഗ്ലൂരിലെ നല്ലതാണ്. ബാക്കി പിന്നെ ചെന്നൈയിൽ ഉള്ളിലില്ല, സ്റ്റാർബക്സ് ഉള്ളിലില്ല. സ്റ്റാർബക്സിൽ കുറേ പുതിയ മെനു ഒക്കെ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഐസ്ഡ് സ്ട്രോബെറി, മാച്ച, പിന്നെ കോക്കനട്ട് കോഫി ബ്രൂ, അങ്ങനെ കുറേ പുതിയ ഐറ്റം വന്നിട്ടുണ്ട്. അപ്പം സ്റ്റാർബക്സ് ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്യൂ. ശരി, അപ്പം ഞാൻ എന്തായാലും പോവുകയാണ്. ജെറുവിനെ തപ്പി നോക്കാം. അതിശയമായിട്ട് ഞാൻ നിങ്ങളോട് യാത്രയൊക്കെ പറഞ്ഞ് റിലാക്സ് ആയിട്ട് ജെറുവിനെ അന്വേഷിച്ച് പോകാന്നാണുള്ളത്. ഞാൻ നോക്കുമ്പം ജെറു ബോർഡിംഗ് പാസ് ഒക്കെ കൊടുത്ത് അകത്ത് കയറി, കാരണം ഫൈനൽ കോൾ വെച്ചു. ഇന്ന് പതിവില്ലാതെ ഇൻഡിഗോ നേരത്തെ ആയി. 10:30-ക്കാണ് സമയം. 9:57 ആയപ്പോഴേക്കും ക്ലോസ് ചെയ്തു. പിന്നെ ഞാൻ ഓടിപ്പടിച്ച് വീണ്ടും എന്തൊക്കെയാണോ നടക്കുന്നത്. റിലാക്സ് ചെയ്ത് പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല എന്നാണ് തോന്നുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ജെറു എന്താ KFC എല്ലാം സാപ്പിട്ട് അതോടെ വീഡിയോ എല്ലാം എടുക്കുന്നത് ഞാൻ മെതുവാ വന്നത്. അതുപോലെ എല്ലാം മുടിഞ്ഞത്. അപ്പം അങ്ങനെ ഒരു കേൾ ഇന്നോർക്കാണ് ആൾക്കാളുടെ ജോലി മാത്രമേ കേൾ ഇന്നോർക്കാം. അപ്പോൾ ഇന്ന് ആ നൈറ്റ് പോയിട്ട് ഇതെല്ലാം വാഷ് പണി കുളിച്ച് പടുக்கிறதுக்கு ഒരു 2 hours ആയിടും. അപ്പോൾ എന്തായാലും അങ്ങനെ ഞങ്ങളുടെ ഹൈദരാബാദ് യാത്ര കഴിഞ്ഞു. ദേ പോയി ഇതാ വന്നു എന്ന് പറഞ്ഞ പോലെ എല്ലാം പെട്ടെന്നായിരുന്നു. പറ്റുന്ന പോലെ നമ്മൾ കുറച്ച് വീഡിയോ அந்த പ്രോഗ്രാമോടെ അതിൽ നമുക്ക് ഫോണിൽ എടുക്കില്ല. കുറച്ച് വീഡിയോ ഒക്കെ ജെറു എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് എഡിറ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ മേക്കപ്പും ഹെയറും ഒക്കെ നല്ലതായിരുന്നുണ്ട്. കമൻറ്റ് பண்ணாங்க நிறைய பேர். ஸோ ஜெருஷா நல்ல வேலை பண்ணியிருக்காங்க. ഫൈനലി വി ലാൻഡഡ് ചെന്നൈ. അങ്ങനെ 11:36 നമ്മൾ ചെന്നൈയിൽ എത്തിയിരിക്കുകയാണ്. ഒരു ദിവസം ഏതാനും മണിക്കൂറിലൊക്കെ കഴിയും. അപ്പോൾ ഈ ദിവസത്തിൻ്റെ എൻഡിൽ എൻ്റെ ഹാപ്പി മൊമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ചു ആണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മളിങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടയ്ക്കൊക്കെ ഇടുന്നുണ്ടെങ്കിലും അതൊക്കെ മുന്നേ എടുത്തു വെച്ചത് ഇടയ്ക്ക് ഇടുന്നതാണ്. ശരിക്കും ഞാനിപ്പോൾ കുഞ്ചുവിനെ കണ്ടത് ലാസ്റ്റ് മെയ് 8-ാം തീയതിയാണ്. 8-ാം തീയതിയോ 6-ാം തീയതിയോ, ഒരു മാസം കഴിഞ്ഞു. ഇപ്പോഴാണ് ഞങ്ങൾ ഇനിയിപ്പോൾ ഇതാ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ എൻഡ് ഹാപ്പി മൊമെൻ്റ് അതായിരിക്കും.
1 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ ഭർത്തുവിനെ കാണാൻ പോവാണ്. അപ്പോൾ ആള് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഉണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം കഴിയാൻ പോവാം. ஓகே பாய் ஜெரு, தேங்க்யூ. நம்ம 13th விகடன் அவார்டுக்கு பார்ப்போம். வீட்டுக்கு போவாம். வீட்டுக்கு போகலாமா? யா come on. അങ്ങനെ ഒരു ദിവസം കൃത്യം 12 മണി കൃത്യം 12 മണിയല്ല 12 മണി കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നു. ഇനി നമ്മൾ ഉറങ്ങണം. ഒരു ദിവസം അങ്ങനെ ഹൈദരാബാദ് പോയി ചെന്നൈ തിരിച്ചു വന്ന് വീട്ടിലേക്ക് പോകുന്നു. കുഞ്ചൊന്നും മിണ്ടാത്ത നീ സംസാരിക്കല്ലേ? എന്നാലും കുഞ്ചെന്തെങ്കിലും പറ. മോശമല്ലേ? ഇത് മോശമില്ല. വാതിൽ തുറക്കൂ സീസേ. ഹലോ. അങ്ങനെ വലത് കാല് വെച്ച് ഞാൻ വീട്ടിൽ കയറി. പ്രകാശം വരട്ടെ. സോ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, എന്നാലും അതുപോലത്തെ ഒരു വ്ളോഗായിരുന്നു. അത് കഴിഞ്ഞു. സോ എല്ലാവരോടും ഗുഡ് നൈറ്റ്. സുഖമായിട്ട് ഉറങ്ങൂ. ടാറ്റ ബൈ ബൈ. കുഞ്ചു വേഗം വാ പറ. ബൈ. ഗുഡ് നൈറ്റ്.